ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഈ ക്രിസ്മസിന് ഉണ്ടാക്കാൻ പോകുന്ന പ്ലം കേക്കിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഈ ഫ്രൂട്ട്സ് മുന്തിരിയുടെ ജ്യൂസിലാണ് സോക്ക് ചെയ്തിട്ടുള്ളത്. മുന്തിരി ജ്യൂസ് അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് എടുക്കാം, അതല്ലെങ്കിൽ വൈനിലോ റമ്മിലോ ഒക്കെ സോക്ക് ചെയ്യാം. ഞാൻ എപ്പോഴും ഇതുപോലെ ഫ്രൂട്ട് ജ്യൂസിലാണ് സോക്ക് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെയാണ്: ഡേറ്റ്സ്, പിന്നെ 2 കളറിലുള്ള ഗ്രേപ്സ്, പിന്നെ ചെറി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി 3 കളറിലുള്ളതും എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. എല്ലാം 200 ഗ്രാം വീതം എടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ പീലും ഓറഞ്ച് പീലും എടുത്തിട്ടുണ്ട്. അത് പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൂട്ട് ജ്യൂസ് എടുക്കാനായിട്ട് ഞാൻ മുന്തിരി നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ മുന്തിരി കൊലയിൽ നിന്ന് മാറ്റിയിട്ട് ഓരോ മുന്തിരിയായിട്ട് എടുത്തിട്ട് നല്ലപോലെ തന്നെ കഴുകി ഉപ്പിട്ട വെള്ളത്തിൽ നന്നായിട്ട് കഴുകി തന്നെ എടുക്കണം. അതിനുശേഷം വെള്ളം മാറ്റിയെടുത്ത് വെച്ചതാണ്. ഇനി ഇതൊന്ന് ജ്യൂസ് അടിക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ വേണം ജ്യൂസ് അടിക്കാൻ. ഇതിപ്പോൾ 1 കിലോ മുന്തിരി ജ്യൂസാണ്, 1 കിലോ മുന്തിരിയുടെ ജ്യൂസാണ് ഞാൻ എടുക്കുന്നത്. അതിനാണ് 200 ഗ്രാം വീതം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എടുത്തത്. മുന്തിരി ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ആദ്യം അടിക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കണം. അരി അരയാതെ നോക്കണം. പെട്ടെന്ന് ഒരു ജ്യൂസർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ജ്യൂസർ അല്ലെങ്കിൽ സാധാരണ ജാറിലിട്ട് പെട്ടെന്നൊന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ജ്യൂസ് ചൂടാക്കാനുള്ള പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2 ഗ്ലാസ് ജ്യൂസാണുള്ളത്. ഗ്യാസ് ഓണാക്കിയ ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കണം. തുടരെ ഇളക്കിയൊന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഈ ഗ്രേപ്സ് ജ്യൂസ് ഒന്ന് കുക്കായിട്ട് വരണം. അതിനായിട്ട് കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ച് പതഞ്ഞ് വരുമ്പോൾ അതിൻ്റെ മുകളിലിട്ട് അഴുക്ക് പോലെ പതഞ്ഞ് വരും. അത് ഞാനൊന്ന് കോരി മാറ്റിയിട്ടുണ്ട്. നല്ലപോലെ ജ്യൂസ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് ജ്യൂസിന് 1 ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. ഇതാണ് കറക്റ്റ് മധുരം. പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം. ഇനി കുറച്ച് സമയം, ഒരു 5-10 മിനിറ്റ് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. തുടരെ ഇളക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടുന്ന പരുവമാകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ജ്യൂസ് ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ചെറുതായിട്ട് നമ്മുടെ കയ്യിലൊന്ന് ഒട്ടി വന്നാൽ മതി. ഇതിപ്പോൾ ഒട്ടുന്നൊന്നുമില്ല. കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നൂൽപ്പരുവൊന്നും ആകണ്ട, ചെറിയ രീതിയിൽ ഒന്ന് തൊടുമ്പോൾ ഒന്ന് ഒട്ടുന്ന പോലെ തോന്നിയാൽ മതി. ഇപ്പോൾ ഒന്ന് ഒട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. ഈ സമയം ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് കണ്ടാൽ മനസ്സിലാവും ജ്യൂസ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് മുഴുവനും ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്ത ശേഷം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതാണ്. ഡ്രൈ റോസ്റ്റ് ചെയ്ത് തന്നെ ചേർക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്നങ്ങ് പൂപ്പൽ പിടിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. കാഷ്യൂ നട്ട്സ് ഒരു 150 ഗ്രാമാണ് എടുത്തത്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഞാൻ മുമ്പ് ഇതുപോലെ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നത് ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസിലായിരുന്നു. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് കേക്കിന്. ഇനി ഇതിലേക്ക് ജിഞ്ചർ പീലും ഓറഞ്ച് പീലും ചേർത്ത് കൊടുക്കാം. 2 വലിയ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ പ്ലം കേക്കിന് നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഫ്രൂട്ട്സ് വേവിച്ചിട്ട് ജ്യൂസ് വേവിച്ച ശേഷം സോക്ക് ചെയ്യുന്നത്. ഇതുപോലെ ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇത് കുറേ നാൾ കേടാകാതെ ഇരിക്കുകയും ചെയ്യും. 1 മാസം വരെ ഇതുപോലെ ചെയ്തിട്ട് വയ്ക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ് ഒരു കുഴപ്പവും വരില്ല. ഫ്രിഡ്ജിൻ്റെ വെളിയിൽ വെച്ചിരുന്നാലും ഒരു കുഴപ്പവും വരില്ല. ഫ്രിഡ്ജിലാണെങ്കിൽ മാസങ്ങളോളം തന്നെ, 1 വർഷം വരെ വേണമെങ്കിലും കേടാകാതെ ഇരിക്കും. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് തന്നെ തീ കുറച്ച് വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. നല്ലപോലെ ചൂടാക്കിയെടുക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ ജ്യൂസ് ഫ്രൂട്ട്സിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. നമ്മൾ പഞ്ചസാര നൂൽ പരുവാകുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇളക്കുമ്പോൾ ഇതങ്ങ് കട്ടിയായി പോകും. നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ ആവാതിരിക്കാനായിട്ട് പഞ്ചസാര നൂൽ പരുവാകുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. അതിന് മുമ്പ് തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണം.
ഇതുപോലെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് തണുത്ത ശേഷം നല്ലൊരു ഉണങ്ങിയ കുപ്പിയിൽ, തുടച്ച് ഉണങ്ങിയ കുപ്പിയിൽ, വെയിലത്ത് വെച്ച് ഉണങ്ങിയ കുപ്പിയിൽ ഇട്ട് വയ്ക്കാം. ഇതുപോലൊരു കുപ്പിയിൽ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഭരണിയിലോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്ലാസ്റ്റിക്കിലൊന്നും വെക്കേണ്ട. ഇതുപോലുള്ള കുപ്പി തന്നെ എടുക്കണം. കുപ്പിയിലേക്ക് മാറ്റാം. നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ കോരി വയ്ക്കാവൂ. ഇതിപ്പോൾ ഞാൻ കുപ്പിയിലെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിൽ 1 മാസം വരെ ഇരുന്നാലും ഒരു കുഴപ്പവും വരില്ല. അതല്ല പെട്ടെന്ന് നമുക്ക് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ, ഇതിപ്പോൾ നാളെ കേക്ക് ഉണ്ടാക്കണമെങ്കിലും ഇത് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ കുപ്പിയുടെ സൈഡിലുള്ളതെല്ലാം ഒന്ന് തുടച്ച് മാറ്റിയിട്ട് വേണം അടച്ചു വയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഉറുമ്പൊക്കെ കയറാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിലാണെങ്കിൽ മാസങ്ങളോളം ഇത് നന്നായിട്ട് തന്നെ ഇരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.